സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഫുഡ് മുഖ്യം ബിഗിലേ ആ ഒരു കാറ്റഗറി പെട്ട ആളാണ് ഞാൻ. ഇത്തവണ സന്തോഷം വന്നിട്ടാണ് ഫുഡ് അടിക്കാൻ പോകുന്നത്. അൽഫാം കഴിക്കാനാണ് നമ്മൾ പോയത്. ആദ്യം വയറ് നിറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നമ്മൾ ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയ അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു കാര്യം ചെയ്യണം എന്ന്. പക്ഷെ ഇന്നേ വരെ എനിക്ക് അതിനുള്ളൊരു ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ക്യാഷൊന്നും ഒത്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒത്തപ്പം എന്തായാലും വേറെ ഒന്നും വിചാരിച്ചില്ല, മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അൽഫാം കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് പോകാമെന്ന് കരുതി. ഞാൻ ഈ ചെന്നിരുന്ന് ഡൗട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാവോ, ഏതാണ് മേടിക്കേണ്ടത്? എനിക്ക് നൂറുകൂട്ടം ഡൗട്ടാണ് ഇതിനെപ്പറ്റി. എനിക്കൊന്ന് നോർമലി എല്ലാ പെൺപിള്ളേർക്കും ഈ ഉള്ള കാര്യങ്ങളിൽ ഗ്രാഹ്യക്കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ കണ്ടെടുത്തോളം കുറവാണ്, ഞങ്ങൾക്ക് ഇതിനോടുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. ഞാൻ അൽഫാം കഴിച്ച് വയറെന്നറിയാത്തപ്പോൾ ഒരു പൊറോട്ടയും മേടിച്ച് കഴിച്ചിട്ട് ഈ ചാടിത്തുള്ളി സന്തോഷത്തിൽ നമ്മൾ നേരെ പോകുന്നത് മേനകയിലോട്ടാണ്. മേനകയിൽ ചെന്നിട്ട് വേറെ ഒന്നിനുമല്ല, അമ്മയ്ക്കും അച്ഛനും ഒരേപോലത്തെ 2 ഫോൺ വാങ്ങണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ്. ഈ ഒരു സ്റ്റോറിലാണ് നമ്മൾ പോയത്. നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിയ ഫോൺ ഇതാണ്. ഇതിനെ അവർക്ക് കൈ കൊടുത്ത് അവരുടെ ആ ഒരു എക്സ്പ്രഷൻ കാണുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല. അത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അത് നേടിയതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ.